ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സമയമുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചില തീരുമാനം എടുത്താൽ അത് ചിലത് ദോഷമായിട്ട് തീരും. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നുപോയേക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു ദൂത് നൽകി തരുന്നു. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു എന്ന് ദാവീദ് പറയുകയാണ് 27 സങ്കീർത്തനത്തിൽ. ഈ സന്ദേശത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക, പോകാനുള്ള വഴി ദൈവം കാണിച്ചു തരും, വിടുവിക്കപ്പെടാനുള്ള പാത ദൈവം തുറന്നു തരും. എന്റെ മുഖം അന്വേഷിപ്പീൻ. മനുഷ്യനെ നോക്കണ്ട, വേറെ ആരും പ്രതീക്ഷിക്കണ്ട, എന്റെ മുഖം അന്വേഷിപ്പീൻ. ആമേൻ. ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന കേൾക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയമാണ്. പല ആളുകളും അറിയുന്നില്ല. അവർ സാധാരണ അവരുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ദൈവമുഖം അന്വേഷിക്കാനുള്ള സമയം ദൈവം തരുമ്പോൾ ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തെ അന്വേഷിക്കണം. ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 6 വാക്യം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. കണ്ടെത്താനൊരു സമയമുണ്ട്, അവൻ അടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ദൈവം അകന്നു പോകുമെന്ന് ചിന്തിക്കും. തീർച്ചയായിട്ടും മനുഷ്യന് ദൈവത്തിന്റെ പ്രതീക്ഷകളിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ തീരുമാനം ദൈവം മാറ്റാറുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം കേൾക്കണം. അതിന്റെ 3-ാം വാക്യം. മനുഷ്യനും മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും ഒക്കെ പാപം ചെയ്യുന്ന സമയത്ത്, നോഹയുടെ കാലത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. ഉൽപ്പത്തി 6-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ നോഹയ്ക്ക് ശേഷം മോശയുടെ കാലഘട്ടം വരുമ്പോഴേക്കും, യാക്കോബിന് ശേഷം മോശയുടെ കാലഘട്ടം തുടങ്ങി 120 സംവത്സരത്തിലേക്ക്, അന്നു മുതൽ ഇന്ന് വരെയും ആ ഒരു ലൈഫ് സ്പാനിലേക്ക് മനുഷ്യൻ പോയി. അപ്പൊ മനുഷ്യരിൽ എന്റെ ആത്മാവ് എന്നും സദാകാലം വാദിച്ചുകൊണ്ടിരിക്കില്ല, അവൻ ജഡം തന്നെയല്ലോ. അപ്പൊ ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ ഇടപെടുന്ന സമയത്ത് ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവ വഴിയിൽ സഞ്ചരിക്കാനും തീരുമാനിക്കണം. ഈ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കള് കർത്താവിലേക്ക് തിരിയുന്നവരൊക്കെ എപ്പോഴും ഓർത്തോണം. നമുക്കറിയാം, എപ്പോഴാണെന്നറിയാമോ? ഒത്തിരി പ്രാവശ്യം നമ്മൾ ദൈവശബ്ദം കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതാണ് സമയമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ട ചില സമയമുണ്ട്. ആ സമയത്ത് തിരിഞ്ഞതുകൊണ്ട് നമ്മൾ ദൈവത്തെ കാണാനും ദൈവ വഴി നടക്കാനും ഇടയായിത്തീർന്നു. ഇല്ല, നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴും എത്രയോ പേര് ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ തിരിയുന്നില്ല. ദൈവം വ്യക്തമായിട്ട് ഇടപെടുമ്പോൾ ആ സമയത്ത് തിരിഞ്ഞോണം. പിന്നീട് ചിലപ്പോൾ അതിന് അവസരം കിട്ടിയില്ലെന്ന് വരും. പിന്നീട് പ്രതിസന്ധികൾ കയറി പിടിച്ചെന്ന് വരും. കേട്ടോണം, 32-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവം വിളിക്കുമ്പോൾ അടുത്ത് ചെല്ലുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പുണ്ട്. 32-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോട് എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്റെ പ്രാണനെ രക്ഷിക്കുന്നു എഴുതിയിരിക്കുന്നു. കണ്ടെത്താകുന്ന കാലത്ത് ഭക്തന്മാർ പ്രാർത്ഥിക്കും. കണ്ടെത്താൻ ഒരു കാലമുണ്ട് സഹോദരങ്ങളെ. കണ്ടെത്താകുന്ന കാലത്ത് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ എത്തുകയില്ല എന്ന് പറഞ്ഞാൽ ചില പെരുവെള്ളങ്ങൾ നമുക്കെതിരെ കടന്നു വരും. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നവനെ, യഹോവയെ അന്വേഷിക്കുന്നവനെ, ആ പെരുവെള്ളം അവന്റെ അടുക്കൽ എത്താതെ ദൈവം സൂക്ഷിച്ചോളും. ചിലര് കുഴിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കുന്നത്, ചിലര് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ഓടുകയാണ്. വലിയ തകർച്ചകളും നഷ്ടങ്ങൾക്കും ശേഷമാണ് ദൈവം തന്നെ കൃപ തോന്നി ഒരു മടങ്ങി വരവ് കൊടുക്കുന്നത്. പക്ഷേ കണ്ടെത്താവുന്ന കാലത്ത് ഭക്തന്മാർ പ്രാർത്ഥിക്കുക. പെരുവെള്ളങ്ങൾ തൊടാതെ ദൈവം അവരെ സംരക്ഷിക്കും. ഇനി 2 വാക്യം കൂടെ കേൾക്കണം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ശ്രദ്ധിച്ചേക്കണേ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. പ്രസാദകാലത്ത് ഞാൻ ഉത്തരമരളി, രക്ഷാദിവസത്തിൽ നിന്നെ സഹായിച്ചു. പ്രസാദകാലം, ദൈവം പ്രസാദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു മുടന്തനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പം പത്രോസ് പ്രസംഗിച്ചവൻ പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുക, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും, കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും.
വീണ്ടെടുപ്പുകാരനായ യേശുവിനെ തരികയും ചെയ്യും. അപ്പൊ ആശ്വാസകാലങ്ങൾ, ഇതിനൊരു കാലം വെച്ചിരിക്കുക. കണ്ടെത്താൻ, അന്വേഷിക്കാൻ, തീരുമാനമെടുക്കാൻ, ദൈവത്തെ സഞ്ചരിക്കുക, തിരിയെ എന്ന് ദൈവം പറയുന്നൊരു സമയമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി മുമ്പിൽ പോയിട്ട് യൂ ടേൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിയാൻ പറ്റയില്ലെന്ന് വരും. ആമേൻ. പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ അടുക്കിലേക്ക് തന്നെ തിരിഞ്ഞു നമുക്ക് ദൈവത്തിലേക്ക് നോക്കാം, പ്രാർത്ഥിക്കും. കേട്ടോണം, ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഇന്ന് ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മെരീബയിലെ പോലെ നിങ്ങളുടെ മനസ്സ് കഠിനമാക്കരുത്. മോശയുടെ കാലത്ത് പറഞ്ഞത് ദാവീദ് എടുത്ത് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ. അപ്പൊ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അവൻ മോശയുടെ കാലത്ത് പറഞ്ഞത് അന്നത്തേക്ക് മാത്രമല്ല, ദാവീദിന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പം പൗലോസ് പറയാണ് നമ്മുടെ കാലത്തും ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദുർദിവസങ്ങളെ ഒഴിയുവാൻ, പെരുവെള്ളങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തൊടാതെ നാം രക്ഷപ്പെടുവാൻ യഹോവയെ അന്വേഷിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഹല്ലേലൂയ. ഞാൻ ഒരു നാൾ നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവമുഖം അന്വേഷിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവ വഴിയിൽ നടക്കുക. പ്രിയ കർത്താവേ, പെരുവെള്ളങ്ങൾ ഞങ്ങൾക്കെതിരെ, പ്രതികൂലങ്ങൾ, ഓളങ്ങൾ ഞങ്ങൾക്കെതിരെ കടന്നു വരുന്നതിന് മുമ്പേ ദൈവമുഖം അന്വേഷിക്കുവാൻ, ഇത് സുപ്രസാദ കാലം എന്നറിഞ്ഞ് കർത്താവിനായി ജീവിതം സമർപ്പിക്കുവാൻ ഈ മക്കളെ, ഈ വചനം കേൾക്കുന്നവരെല്ലാം ഇടയായി തീരട്ടെ. ഒരാരും പ്രതിസന്ധിയിൽ അകപ്പെടുവാൻ അനുവദിക്കരുത് കർത്താവ്. കഷ്ടതകളിലേക്ക് വീണുപോകാൻ അനുവദിക്കരുത് കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുഖം അന്വേഷിച്ച് വിടുതൽ പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ നിൽക്കണേ. ഇന്നും നിന്റെ മക്കളെ സഹായിക്കണമേ. ഇന്നൊരു അത്ഭുതം ചെയ്യണമേ. വഴികൾ തുറക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ കുറച്ചു പേർക്ക് പങ്കുവെക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഡേ ഓഫ് മിറക്കിൾ.